ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വലിയ എനർജി ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. വേറൊന്നുമല്ല, 2 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു. ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാര്യം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തീരെ ഇഷ്ടമല്ലാണ്ട് വരാണ്. സാധാരണ ബാംഗ്ലൂർ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റാണ്, ചില്ലിങ്, നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റാണ്. പക്ഷേ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റിനോട് നമുക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ വരും. കാര്യം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണ്. അത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ വയ്യാണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചൂട് കിട്ടിയാൽ മതിയെന്ന് തോന്നും. ചൂടുള്ളത് കുടിക്കാനും ചൂട് അന്തരീക്ഷത്ത് ജീവിക്കാനും ഒക്കെ തോന്നും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ഇവിടെ ചൂടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ഫ്രം ഹോമാണ്, വർക്കൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഇനി വേണം, ഇപ്പോൾ ഓക്കെ ആയി വരികയാണ്, ഓൾമോസ്റ്റ് ഓക്കെ ആയി. പക്ഷേ വീട് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. സംഭവം ആദ്യം നല്ല ബിസി ആയിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട്. സോ ആദ്യമാണ് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്തത്. ബട്ട് സ്റ്റിൽ നമ്മുടെ ആ ഒരു രണ്ടുപേരുടെയും ഇൻവോൾവ്മെൻറ്റ് വരാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളുണ്ട്. ഇപ്പോൾ കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് മെസ്സിയായി. പിന്നെ എനിക്കൊന്ന് എല്ലാത്തിനും ഒന്ന് കൈയിടാൻ പറ്റുന്നില്ല, അതെനിക്കൊരു ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ എനിക്കതൊരു മെസ്സിയായ ഒരു ഫീലിങ്ങും, എനിക്കൊരു പെർഫെക്ഷൻ വരുന്നില്ല, എൻ്റെ രീതിക്കുള്ള പെർഫെക്ഷൻ. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല, ബട്ട് സ്റ്റിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അപ്പോൾ ഇനി വേണം ബാക്ക് ടു ട്രാക്ക് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം പക്കയാക്കി ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന്. ആൻഡ് നമ്മുടെ ചാനലിൽ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ചാനൽ എൻഗേജിങ് ആവുന്നുണ്ട്. എനിക്കും സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്കും ഇടയിൽ ഒരു കണക്ഷൻ വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം കമൻസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുന്നവരില്ലേ, അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ്സും വല്ലാത്തൊരു മോട്ടിവേഷനും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ക്യാമറയിൽ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്. ഞാൻ എങ്ങനെയാണോ റിയൽ അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ വരുന്നു എന്നുള്ളൊരിത് വരും. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, എങ്ങനെയാണോ നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കാര്യം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം, ആദ്യം നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും നാട്ടിൽ പോകുന്നു വരുന്നു, പാതിയുടെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ഓഫ് പോയി വരുന്നു എന്നുള്ളൊരിതാണ്. നമ്മൾ ഫുൾ ടൈം എപ്പോഴും നമ്മളിവിടെ ഇല്ല. 1 വീക്ക് 2 വീക്സ് ചിലപ്പോൾ ഇവിടെ ഇല്ലാണ്ട് വരും. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അടച്ചടക്കല്ല. ഈ ഏരിയ ഭയങ്കര പൊടിയുമാണ്. കാര്യം ഒരുപാട് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയൊക്കെ അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളില്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം. അപ്പോൾ അടുത്ത ആഴ്ച നാട്ടിൽ പോവാണ്. അടുത്ത ആഴ്ച ഓണമാണ്. ഓണത്തിന് നാട്ടിൽ പോകാണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് അറ്റ് പ്രസന്റ് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മേ ബി ഇൻ ഫ്യൂച്ചർ ഏതെങ്കിലും ഓണം ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോകാണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നാൽ സ്റ്റിൽ ഐ വുഡ് മേക്ക് ഇറ്റ് മെമ്മറബിൾ. ബട്ട് എന്നാലും നാട്ടിൽ പോയി തന്നെ ആഘോഷിക്കണം എന്ന് എനിക്കിപ്പോൾ ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ഞാൻ 1 വീക്ക് വർക്ക് ഫ്രം ഹോം അതിനെയും കൊണ്ട് എനിക്കും സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാട്ടിൽ പോയി ഓണമൊക്കെ ആഘോഷിച്ചിട്ട് ചിങ്ങം ചതയത്തിൻ്റെ അന്ന് തിരിച്ചെത്തും. ചതയത്തിൻ്റെ അന്ന് തിരിച്ച് കയറുവാണ്. കാര്യം കൂടുതൽ ദിവസവും സ്പെൻഡ് ചെയ്യാനില്ല. ബട്ട് സ്റ്റിൽ അതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീട് ഫുൾ ക്ലീൻ ചെയ്യണം, ഫ്രിഡ്ജ് കാലിയാക്കണം. ഇതൊക്കെ ഒരു കൺസേൺ ആയിരുന്നില്ല എനിക്ക് പണ്ട് അമ്മ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ 1 വീക്ക് എവിടെയാണ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഞാൻ ഇതൊന്നും ഓർക്കാറ് പോലുമില്ല. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണോ, വീടൊക്കെ അടച്ചിടുമ്പം ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അത് ഓഫ് ചെയ്തോ ഇത് ഓഫ് ചെയ്തോ, ഇങ്ങനെ സാധനങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന സാധനങ്ങളാണിത്. എന്തൊക്കെ ഓഫ് ചെയ്യണം, ഗ്യാസ് ഓഫ് ചെയ്തോ നോക്കണം, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ, ഇനി ഫ്രിഡ്ജ് ഓഫ് ചെയ്തോ, ഫ്രിഡ്ജ് ഓണാക്കി ഇടണോ, സാധനങ്ങൾ ഇരിക്കുകയല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. വീട് കൂട്ടിയോ 2-3 വട്ടം പോയി നോക്കുന്നു, വീട് കൂട്ടിയോ ഇല്ലയോ. ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റേജിൽ ഉണ്ടാവുന്ന ആ ഒരു വളരുമ്പോൾ നമ്മൾ പ്രായം കൂടുന്നവർ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് ആണ് അതൊക്കെ എന്ന് തോന്നുന്നു. ആൻഡ് യെസ്, അതും ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. നമ്മൾ അതിനെ ബ്യൂട്ടിഫുൾ ആക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് നല്ലൊരു ജേർണി ആണല്ലോ. ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്ലസ് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഒക്കെ വന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, നമ്മളിങ്ങനെ കാര്യം പറഞ്ഞ് നിൽക്കാണ്ട് നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓൾറെഡി വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. സോ ആദ്യം നമുക്ക് കിച്ചണിലോട്ട് പോവാം. സാധാരണ ഓഫീസിലൊക്കെ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ഇതുപോലെ സ്ലോ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ടൈമില്ല. കാര്യം ഡേ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവില്ല, രാത്രിയാണ് വരിക. രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യാനുള്ള ടൈമില്ല. കുക്ക് ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി.
പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, വീണ്ടും പോകാനുള്ള തിരക്കാവുന്നു. അപ്പം നമുക്ക് ഒരു ടൈം എടുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ ഇങ്ങനെ വർക്ക് ഫ്രം ഹോമൊക്കെ വീക്ക് ഡേയ്സ് കിട്ടുമ്പോഴാണ് നമുക്ക് ഓക്കെ വർക്ക് ചെയ്യാം, ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നു. ഓഫീസിലാണെങ്കിൽ നമ്മൾ ഹാഫ് ആൻ അവർ ബ്രേക്കിൽ നമ്മൾ കൊളീഗ്സിനോട് കോഫി കുടിക്കും, അല്ലെങ്കിൽ ചിറ്റ് ടീം ഇതൊക്കെ ആയിരിക്കുമല്ലോ. വീട്ടിലാകുമ്പോൾ നമുക്ക് ആ ഒരു ടൈം നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാം, കുറച്ചുകൂടെ ക്ലീനിനെസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് വർക്ക് ഫ്രം ഹോം ഇഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വർക്ക് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഓഫീസിൽ പോകുമ്പോഴാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഫുൾ ടൈം വർക്കിൽ കോൺസെൻട്രേറ്റഡ് ആണ്. വീടാകുമ്പോഴത്തേക്കും അങ്ങനെയല്ല, വർക്ക് ചെയ്യും, പിന്നെ ഫുഡ് കഴിക്കും, പിന്നെ ഫുഡ് കഴിച്ച് പാത്രം കഴുകണം, പിന്നെ അടുത്ത വീണ്ടും ഫുഡ് ഉണ്ടാക്കണം, ഇതിലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾ ഒരിക്കലും രാവിലെ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി വയ്ക്കാറില്ല. അപ്പം വേണം എന്നുള്ളപ്പോഴാണ് ഉണ്ടാക്കാറ്. പാത്രം കഴുകുന്നത് മാത്രം ഒരുമിച്ച് അങ്ങ് കഴുകും. അപ്പോൾ ഇന്നിപ്പം കുറച്ച് കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ വയ്യാതെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പാത്രമൊക്കെ കൂടുതൽ കഴുകാനും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് തല പൊങ്ങിയതേ ഉള്ളൂ, ഉടനെ തന്നെ തല തഴയേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഈ കണക്കിനാണെങ്കിൽ. അപ്പോൾ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുത്തു. മറ്റേ ആ ഒരു ഗ്യാസിൻ്റെ ഒരു ഏരിയയും സിങ്കും പാത്രങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് പോയി ഒരു ഡൈനിങ് ടേബിളും കൂടെ ഒന്ന് വൃത്തിയാക്കാം. എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ എനിക്ക് ആദ്യം കാട ഉണ്ടാക്കി തന്നു കേട്ടോ. കാട എന്ന് പറയുന്നത് വേറൊന്നുമില്ല, മഞ്ഞൾ ചൂടുവെള്ളത്തിലിടും, പിന്നെ കുറേ സിന്നമൺ അങ്ങനെ കുറേ പറഞ്ഞിട്ട് സാധനങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് അത് അവിടെ ഫുൾ മഞ്ഞളാവുകയും ചെയ്തു. അതൊന്നും പോകുന്നില്ല. മഞ്ഞളെന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്ക് ക്ലോത്തിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. ഇവിടെ കൂടുതലും ക്ലോത്തിൻ്റെ മെറ്റീരിയലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ ഇനി ഒന്നുകൂടെയൊക്കെ നനച്ച് എന്തെങ്കിലും ഡിറ്റർജൻറ്റ് വെച്ച് ട്രൈ ചെയ്യണം. അപ്പോൾ പോവായിരിക്കും എന്ന് വിശ്വസിക്കാം. 2 ദിവസമായിട്ടേ ഉള്ളൂ ആയിട്ട്, അപ്പോൾ പോവായിരിക്കും. അത് കഴിഞ്ഞ് വീടൊക്കെ ഞാൻ വേഗം തൂത്ത് ഇറക്കി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 8 മണിക്ക് നമുക്ക് ലൈവ് പോകണം. ഇന്ന് ഗിവ് അവേ അനൗൺസ് ചെയ്യുന്ന ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ മണി ഇപ്പോൾ 7:15 കഴിഞ്ഞു. അപ്പോൾ വേഗം ഇനി ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയി കുളിച്ച് വരുമ്പോൾ തന്നെ എനിക്കൊന്ന് ഏകദേശം ടൈം ആകും ഗിവ് അവേക്ക് വേണ്ടി. നമ്മൾ എണ്ണയൊക്കെ തേക്കാണ്. ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് ഇന്നാണ് കേട്ടോ ഞാൻ തല ശരിക്കും കുളിക്കുന്നത്. കാര്യം ആ മുടി അവർ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് 2-3 ദിവസം അങ്ങനെ തന്നെ കൊണ്ട് നടക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ നനയ്ക്കാൻ പോയില്ല. പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തല കുളിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് വേണം ഇനി തലയൊക്കെ കുളിക്കാൻ. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് പോവാണ്. എൻ്റെ റിയൽ ഹെയർ ഇനി എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാം. ഒന്നും ഉണ്ടാവില്ല, കാര്യം എണ്ണയും കൂടെ തേച്ച് കുളിക്കുന്നതുകൊണ്ട് മുടിയെല്ലാം ഒട്ടിയിരിക്കും. ഈ കാണുന്നതാണ് കേട്ടോ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. നല്ല ലെയർ, മൾട്ടി ലെയറും കൂടിയാണ് വെട്ടിയിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, ഇനി വേഗം നമുക്ക് പോയി ലൈവ് അറ്റൻഡ് ചെയ്യാം. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മുടിയൊന്ന് ഒതുക്കി വെച്ചു. ഇനി നമുക്ക് ലൈവിൽ പോകാം. ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മുടെ ലൈവും ഒക്കെ കഴിഞ്ഞു. ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്ത് ഞാൻ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ നാളെ ഞാനത് കൊറിയർ ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നറിന് ഗിഫ്റ്റ് കിട്ടും. ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ഷബ്ന എന്ന് പറയുന്ന ആൾക്കാണ്. ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, നമുക്ക് ഉടൻ തന്നെ ഒരു ഗിവ് അവേ വരട്ടെ. അപ്പോൾ നമുക്ക് എല്ലാം ശരിയാക്കാം. സോ ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. കാര്യം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, ഗിവ് അവേയും സംഭവം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല. ജസ്റ്റ് ഫ്രൂട്ട്സും മുട്ടയും മാത്രമേ കഴിക്കണുള്ളൂ. അപ്പോൾ അത് റെഡിയാക്കാം. അപ്പം മുട്ടയും ഏത്തപ്പഴവും ഞാൻ വിചാരിച്ചു ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കാം. അതാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് കിട്ടുമല്ലോ. ഒരു ഏത്തപ്പഴവും 3 മുട്ട. നമുക്കിപ്പം 2 പാഷൻ ഫ്രൂട്ട് കഴിക്കാം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതാവാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് ആദ്യം എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതൊന്ന് കഴിച്ച് തൽക്കാലം വിശപ്പൊന്നും ആക്കട്ടെ. പണ്ട് ഇതിൻ്റെ മരം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇല്ല. പക്ഷേ ആ സമയത്ത് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുപാട് കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. ഇപ്പോൾ പഞ്ചസാര ഒന്നും ഇട്ട് കഴിക്കില്ല, പ്രായമൊക്കെ കൂടി വരുമല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ എത്തിയതിന് ശേഷം നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അതൊക്കെയായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.